വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഭീതി വിതച്ച കടുവയെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ദൌത്യത്തിനായി വിക്രമും കോന്നി സുരേന്ദ്രനും കുങ്കിയാനകളാണ് കേട്ടോ. 2 കുങ്കിയാനകളും എത്തിയിട്ടുണ്ട്. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കടുവയെ മയക്കോടി വെക്കാനുള്ള ശ്രമം നടത്തുന്നത്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് കടുവയ്ക്കായുള്ള തെരച്ചിൽ. സാഹചര്യം അനുകൂലമായാൽ ഇന്ന് തന്നെ മയക്കോടി വെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. സാനിയോ മനോമി നമുക്കൊപ്പം എത്തുന്നു. സാനിയോ മനോമിയും തൊട്ടു പിന്നാലെ കുങ്കിയാനകളും എല്ലാം സ്ഥലത്തെത്തി നിലയുറപ്പിച്ചതാണ്. കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഇന്ന് ഇപ്പോൾ നേരമിരുട്ടാറായി. ഇന്ന് തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമോ അമരക്കുനിയിൽ? സുജയ, ഇന്ന് അത്തരത്തിലൊരു പ്രതീക്ഷ വനംവകുപ്പും വെക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് കാണാം 2 കുങ്കിയാനകളും ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അവയെ ഉപയോഗിച്ചുള്ള ദൗത്യം ഇന്നുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നിപ്പോൾ സമയം ഇത്രയും വൈകിയ സാഹചര്യത്തിൽ ആ ദൗത്യത്തിലേക്ക് ഇന്ന് കടക്കില്ല. പകരം ഇന്ന് രാവിലെ മുതൽ തുടരുന്ന ആ തിരച്ചിൽ തന്നെയായിരിക്കും തുടരുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതിൽ ഉള്ള വെറ്റിനറി ഉദ്യോഗസ്ഥരും ഒക്കെ 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. ഇന്ന് 5 മണിക്ക് ശേഷം ആ പരിശോധനയും അവസാനിപ്പിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ബാക്കി പരിശോധനകൾ നാളെ ആയിരിക്കും തുടരുന്നുണ്ടാകുക. ഏതായാലും ഈ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നതിൽ ഇന്നിപ്പോൾ അല്പസമയം മുൻപ് DFO മാധ്യമങ്ങളെ കണ്ടിരുന്നു. DFO പറഞ്ഞത് 3 കൂടുകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു കൂട് സ്ഥാപിച്ചത് നേരത്തെ വിസർജ്യം കണ്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു കൂട് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രതീക്ഷ വെക്കുകയാണ് അദ്ദേഹം. മറ്റ് 2 കൂടുകൾ ഒന്ന് ഈ വീടിന് സമീപത്തായും ഒന്ന് മറ്റൊരു സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ 3 കൂടുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പക്ഷേ ഇന്ന് രാത്രിയോ മറ്റോ വരാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സാനിയോ, നമുക്കും അലേർട്ടായിരിക്കാം. പുൽപ്പള്ളിയിലെ അമരക്കുനിയിലാണ് കടുവ ഉള്ളത്. കടുവ ജനവാസ മേഖലയിലാണ്, കൃഷിസ്ഥലങ്ങളൊക്കെയുള്ള ഇടത്താണ് അവിടെ ഇപ്പോൾ കുങ്കിയാനകളും നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. കടുവയെ ഒരുപക്ഷെ ഇന്ന് രാത്രി ആ കൂട്ടിൽ വന്ന് കയറാനുള്ള സാധ്യതയുമുണ്ട്. അല്ലാത്ത പക്ഷം നാളെ മയക്കുവെടി വെച്ചിടാനാണ് വനംവകുപ്പിന്റെ നീക്കം.